ഹലോ ഗൈസ്, വെൽക്കം ടു റൈഡർ തോമാച്ചൻ വ്ളോഗ്. അപ്പോൾ വാൽപ്പാറയിലെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വാൽപ്പാറയിൽ വെള്ളമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി കുറച്ച് സ്ഥലം കൂടി നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. കാട്ടുപോത്തുക്കൾ നിന്നിട്ട് ഭക്ഷണം കഴിക്കണ കണ്ട. എല്ലാവരും ഉണ്ട്, ഫാമിലി ഫുള്ളായിട്ടാണ്. ബ്രഷും തോട്ടമുണ്ടൊക്കെ ആയിട്ടാണ് വന്നേക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾ വെള്ളമല എന്ന സ്ഥലത്താണ് വാൽപ്പാറയിൽ. അവിടെ നല്ലൊരു ചെറിയൊരു അരുവി ഉണ്ട്, നല്ല ക്ലിയർ വാട്ടറാണ്. അവിടെ നല്ല അടിപൊളി കല്ലുകളൊക്കെ ആയിട്ട് നല്ല ക്ലിയർ വാട്ടറാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പല്ല് തേക്കാനായിട്ട് വന്നിട്ടുണ്ട് അവിടേക്ക്. അപ്പോൾ നോക്കി നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുക, സൂപ്പറാണ്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ച് ഇത്ര നല്ലൊരു വൈബിൽ നമ്മൾ മോർണിംഗിൽ പല്ല് തേക്കാനും കുളിക്കാനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ല. അടിപൊളി പൂവുണ്ടല്ലേ? പൂവ് പൂത്തിട്ടാണ് കായ്. ഇതാണ് തേയിലയിലെ കാണുന്ന പൂവ് ഇട്ട കേസ്. ഇത് ഈ പൂവ് വന്നിട്ട് കായായിട്ട് ഈ കായയുടെ ഉള്ളിലുള്ള ഒരു കുരുവാണ്. ഇത് വിത്തല്ലേ? ഇത് വിത്താണ്. ഇത് വിത്താണ് ഈ സാധനം. ഗോട്ടിക്കായ ഇവര് ചെറുപ്പത്തിൽ ഇവിടുത്തെ നുള്ളാൻ വരുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ ഈ സാധനം ഗോട്ടിക്കായിട്ട് ഉപയോഗിച്ച് ഗോട്ടിക്കായ കളിക്കും. നല്ല ഹാർഡാണ് സാധനം. അപ്പോൾ ഇതാണ് അലിബായി, നമുക്ക് വാൽപ്പാറയിൽ നമ്മുടെ ദോസ്താണ്. അപ്പോൾ ഇവിടെ മൂപ്പര് തേയില ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്തായിരുന്നാണ്. അപ്പോൾ ആ തേയില നുള്ളുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഇതിനി പിന്നെ ഉണക്കിയിട്ടാണോ ഇത് ഫാക്ടറിയിൽ? അപ്പോൾ ഇത് ഉണക്കിയിട്ടാണോ? വാട്ടാണോ ട്രപ്പ് പോലെ നീളത്തിലുണ്ടാവും. അതിൽ വാട്ടിയിട്ട് അതിലിരുന്ന് ഒരു മിഷനിൽ വന്നിട്ട് അത് അരച്ചിട്ട് അത് അടുപ്പിക്ക് പോകും. ചൂടായിട്ട് അതിലിരുന്ന് ഉണങ്ങിയിട്ട് 3 റാഗായിട്ട് പോകും. അത് ശരി. ഇത് ഉണക്കുള്ളൂ, വേറെ പരിപാടി ഇല്ലല്ലേ? ഇത് ട്രപ്പിൾ പോയി ഇട്ടുമ്പോ വാടണം. ഇങ്ങനെ തലതലനുണ്ടല്ല, അത് വാടണം. വാടിയിട്ട് പിന്നെ പൊടിക്കും. പൊടിക്കണെങ്കിൽ അത് കട്ടറുണ്ട് മിസ്സിന്, അത് CTC എന്ന് പറയും. ഒരു 10 കട്ടറിൽ അരച്ചിട്ട് ഇങ്ങനെ ഇത് ചതച്ച പോലെ മിസ്സിന് കട്ടറാണ്. ഇഞ്ചിനിൽ നമ്മൾ ഇങ്ങനെ അതുപോലെ കട്ടറിൽ പോയിട്ട് അത് ഫുള്ള് പോയി അടുത്ത അടുപ്പിക്ക് പോകും. ഇത് ഉണങ്ങി വരുമ്പോ തേയില ഇതിലിപ്പോ ഇങ്ങനെ മറുപടി കുറുത്ത് വരും. അത് ശരിയാ. ഈ ഒരു ഇല വിടണല്ലേ? ഒരു ഇല വിട്ടിട്ട് ഇങ്ങനെ എടുക്കണം. പിന്നെ മുകളില് കാണുന്ന ഈ സംഭവം വേറെ ക്വാളിറ്റിയില് അത് തണിച്ചിട്ട് അതൊക്കെ ഒരു ചെടിയുണ്ട് ഇതേപോലത്തെ. അത് രണ്ട് ഇങ്ങനെ. ഇതിപ്പോ വളല്ല, ഇപ്പൊ ഇത് നോക്കണതില്ല. അത് ശരിയാ. ഇത് പോയി കിടക്കണം. അത് ശരി. കുറുത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ഈ കുറുത്ത് ഇതുപോലെ ഉണ്ടാവും. കുറുത്ത് ഇങ്ങനെ ഒന്നിനും യൂസ് ആയില്ല, വെറുതെ ഇങ്ങനെ. വിത്ത് തിന്നാത് വിത്തുക്ക് ഇതിലെടുക്കില്ല, കട്ടിങ് അല്ല, ഇപ്പൊ വിത്ത് എടുക്കും. ഇതൊരു തേയില ചെടിയാണ്. കണ്ടാൽ ചെറുതാണെങ്കിൽ തോന്നുന്നെങ്കിലും 25 വർഷം പഴക്കമുണ്ട് ഈ തേയില ചെടിക്കിട്ടാ. പിന്നെ ഇത് വാൽപ്പാറ വെള്ളമലയിലത്തെ ഒരു ചെറിയൊരു വിനായക കോവിലാണ്. എന്തോ രസമായിട്ടുള്ള ഒരു ചെറിയൊരു അമ്പലമാണ്. നോക്കിക്കേ. അപ്പോൾ കേസ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ വെള്ളമല പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. വാൽപ്പാറയിൽ വെള്ളമല പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. പോസ്റ്റ് ഓഫീസ് ഒന്ന് കണ്ടു നോക്കിക്കോ, എങ്ങനെ നോക്കിക്കൂ. വെള്ളമല പോസ്റ്റ് ഓഫീസാണത്. ചെറിയൊരു സംഭവം. ഇതിൽ തന്നെ അതിലൊരു 3-4 വീടുകളും കൂടി ഉണ്ട് ഇതിൽ. ഇത്രയുള്ള പോസ്റ്റ് ഓഫീസ് എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാൽപ്പാറ വെള്ളമല എന്ന സ്ഥലത്ത് ഒരു കൂളാങ്കൽ എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചർ സ്പോട്ട് ഉണ്ട്, വാട്ടർഫാൾസ് ആണ്. പക്ഷേ അവിടെ കുറേ പേര് മരിച്ചിട്ടുള്ളൊക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വെള്ളമലയിൽ നമ്മൾ ഒരു അടിപൊളി കാഴ്ച കാണാനാണ് പോകുന്നത്. നല്ല അടിപൊളി കാട്ടുപോത്തുക്കൾ നിന്നിട്ട് ഭക്ഷണം കഴിക്കണ കണ്ട. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് കൂളാങ്കൽ എന്ന സ്ഥലമാണ്. വാൽപ്പാറയിൽ കൂളാങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പുഴയാണിത്. നല്ലൊരു അടിപൊളി സ്ഥലമാണ്.
ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. കാരണം 16 പേര് ഇവിടെ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ചുഴിയുണ്ട്, ആ ചുഴിയിൽ പെട്ടിട്ട് മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാളയെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് മാത്രമാണ് ബോഡി എടുക്കാൻ തന്നെ പറ്റുള്ളൂ. അത്രയ്ക്ക് റിസ്ക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വരുന്നവരെന്തായാലും സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് വാൽപ്പാറയിൽ വെള്ളമല എന്നുള്ള സ്ഥലം. നമ്മളിവിടുത്തെ മെയിനായിട്ട് നല്ല ഫേമസ് ആയിട്ടൊരു സ്ഥലമുണ്ട്, വെള്ളമല ടണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് നമ്മൾ. അപ്പോൾ വെള്ളം കുറവാണ്, എന്നാലും നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ടണലാണ് വെള്ളമല ടണൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം ആ ഡാം തുറന്നു വിടുമ്പോൾ വരിക. ഒരു വലിയൊരു തുരങ്കാണിത്, ഡാമിൻ്റെ ഉള്ളിലേക്കുള്ള തുരങ്കാണിത്. ഒരു 5-6 കിലോമീറ്ററോളം ഉണ്ട് ഡാമിൻ്റെ അവിടേക്ക്. അപ്പോൾ വെള്ളം തുറന്നു വിടുമ്പോൾ ഇത് കൂടെ ഇങ്ങനെ നല്ല വെള്ളം ഫോഴ്സായിട്ട് പോകും. പിന്നെ ശരിക്കും ഇതിൻ്റെ വ്യൂ ഇങ്ങനെയല്ല കേട്ടോ. വെള്ളമുള്ള സമയത്ത് വന്ന് നമുക്ക് പേടിയാവും, അത്രയധികം ഫോഴ്സിലാണ് ആ നിറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ വരിക. വെള്ളമല ടണൽ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 8 കിലോമീറ്റർ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഉള്ളിൽ അത്രയും വഴിയുണ്ട് ഡാമിലേക്ക്, അവിടുന്ന് വെള്ളം തുറന്ന് വരുന്ന ഭാഗത്തേക്ക്. അപ്പോൾ 8 കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ, തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയിട്ട് ഇരുമ്പെടുത്തുകൊണ്ടിരുന്നു പറയും. അതായത് ഇവിടെ ഈ വെള്ളം വരുന്ന ഫോഴ്സിൽ കോൺക്രീറ്റ് ഒക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെമ്പും അതിൻ്റെ ഉള്ളിൽ ഇരുമ്പൊക്കെ കുറേ അങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ആ ഇരുമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറേ ആൾക്കാർ പോകാറുണ്ടെന്നാണ് പറഞ്ഞത്. 5-8 കിലോമീറ്റർ ഉണ്ട് ഉള്ളിലേക്ക്. അവിടുന്നാണ് വെള്ളം 8 കിലോമീറ്റർ ഡാമിൽ നിന്ന് തുറന്നിട്ട് വെള്ളം ഇതിൽ കൂടെ വരിക. അപ്പോൾ വെള്ളം തുറന്നു വന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ വരികയാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വാൽപ്പാറയിലെ കുറേ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തത് നമ്മുടെ അലിബായ് ആണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ അമ്മായപ്പനാണ്. ആൾ ജനിച്ചു വളർന്ന നാടാണ്. കുറേ കഥകളൊക്കെ മുപ്പര് ഈ വാൽപ്പാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും ഒരു വെക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.